ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഹാരിസ്, സുർജിത്, കിരൺ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. വാണിയംകുളത്തെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന വിനീഷിനെ ആക്രമിച്ച സംഭവത്തിൽ സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സുർജിത്, ഹാരിസ്, കിരൺ എന്നിവരെയാണ് ഷൊർണൂർ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഒറ്റപ്പാലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. റിമാൻഡ് ചെയ്ത പ്രതികളെ ഒറ്റപ്പാലം സബ് ജയിലിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട സംഭവത്തിൽ മുൻ ഡിവൈഎഫ്ഐ നേതാവായ വിനീഷിനെ സിപിഐഎം ഡിവൈഎഫ്ഐ നേതാക്കളായ സുർജിത്, കിരൺ, ഹാരിസ് എന്നിവർ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും മൃതപ്രായമായ ശേഷം ഓട്ടോറിക്ഷയിൽ വിനീഷിന്റെ വീടിനു മുൻപിൽ ഉപേക്ഷിക്കുകയും ചെയ്തത്. തലക്കേറ്റ ഗുരുതര പരിക്കിനെ തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് വിനീഷ്. ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ, ഇൻസ്പെക്ടർ രവികുമാർ, പട്ടാമ്പി ഇൻസ്പെക്ടർ അൻഷാദ്, SI-മാരായ മോഹൻദാസ്, ഋതുനാഥ്, ASI-മാരായ അനിൽകുമാർ, സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ്, ജയരാജ്, റിയാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.